The Real FM 103.6. ശ്രദ്ധ. വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം സ്ഫോടനാത്മകമായ രീതിയിലേക്ക് മാറിയതായുള്ള സംഭവങ്ങളാണ് ഈയടുത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും പുതിയതാണ് കൊച്ചിയിൽ നിന്നും നാം കേട്ടത്. ജനുവരി 15-ന് കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിന്റെ 26-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി മിഹിർ അഹമ്മദ് എന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത വാർത്ത ഞെട്ടലോടെയാണ് നാം കേട്ടത്. എന്നാൽ മിഹിറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്ത അതിലേറെ ദാരുണമാണ്. സ്കൂളിലെ സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ്ങിൽ മനം നൊന്താണ് തന്റെ മകൻ ജീവനൊടുക്കിയതെന്നാണ് മാതാവിന്റെ പരാതിയിൽ പറയുന്നത്. ടൈം ലൈൻ ന്യൂസ് സീനിയർ സബ് എഡിറ്റർ വഫ ഹുസൈൻ. ജനുവരി 15, 2025 മെഹിർ എന്ന 15 വയസ്സുകാരൻ അവരുടെ കൊച്ചിയിലുള്ള ഫ്ളാറ്റ്സിന്റെ 26-ാമത്തെ ഫ്ലോറിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തത്. കുട്ടി വീട്ടിലേക്ക് വൈകിട്ട് സാധാ വരുന്ന പോലെ സ്കൂൾ വിട്ടു വന്നു. പെട്ടെന്ന് തന്നെ ഒരു ശബ്ദം കേട്ടിട്ടാണ് പേരൻസ് അവിടെ പോയി നോക്കുന്നതും മാതാപിതാക്കൾ താഴേക്ക് ചാടുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷമാണ് എന്തുകൊണ്ടായിരിക്കും ആ കുട്ടി ഇങ്ങനെ ചെയ്തത് എന്നുള്ള അന്വേഷണത്തിന്റെ പുറത്താണ് ഓരോ കാരണങ്ങൾ ഇങ്ങനെ ചുരുളഴിഞ്ഞു വന്നത്. ഗ്ലോബൽ പബ്ലിക് സ്കൂളിലാണ് മെഹർ പഠിച്ചത്. അവൻ വളരെ നല്ല സ്മാർട്ടായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. പൈലറ്റ് ആവാനായിരുന്നു ആഗ്രഹം. അതുകൂടാതെ ബാസ്കറ്റ് ബോളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു, കളിക്കാനൊക്കെ. എന്നാൽ ആ 15 വയസ്സുകാരന്റെ നിറത്തിന്റെ പേരിലും പലതരത്തില് സ്കൂളിലുള്ള ഒരു കൂട്ടം കുട്ടികളുടെ ഗ്യാങ് അവനെ കളിയാക്കുകയും പരിഹസിക്കുകയും ഒരുപാട് ബ്രൂട്ടലായിട്ടുള്ള പീഡനങ്ങളാണ് ആ കുട്ടി സ്കൂളിലും സ്കൂൾ ബസ്സിലും സഹിച്ചത്. ഈ കുട്ടീൻ്റെ അവസാന ദിവസം സ്കൂളിൻ്റെ ബാത്റൂമിലെ ടോയ്ലറ്റ് ഏരിയയിൽ കൊണ്ടുപോയിട്ട് ടോയ്ലറ്റ് സീറ്റ് നക്കിക്കുകയും അതുപോലെ തന്നെ തല ടോയ്ലറ്റിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഫ്ലഷ് ചെയ്യുകയും ചെയ്തു കുട്ടികൾ. ഇതൊന്നും സഹിക്കാൻ പറ്റാതെയാണ് മിഹിർ ആത്മഹത്യ ചെയ്തത്. അതുകൂടാതെ അവൻ്റെ കൈവിരലുകൾക്കിടയിൽ വെച്ചിട്ട് കത്തി ഉപയോഗിച്ചിട്ട് ഒരു തരം കളി ആ ഗ്രൂപ്പിലെ കുട്ടികൾ കളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെയുള്ള പല പീഡനങ്ങളും ആ കുഞ്ഞുകുട്ടി സഹിച്ചു. അങ്ങനെ പണ്ടത്തതെല്ലാം ആലോചിച്ചിട്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് മെഹിറിന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരപ്പോൾ തന്നെ സ്കൂളിനെ അറിയിക്കുകയും ഇതിലൊരു ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും നല്ല രീതിയിലുള്ള ഒരു സമീപനം സ്കൂളിലെ ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പിന്നെ മെഹിറിന്റെ ഈ ഉമ്മ പോലീസിൽ പോയിട്ട് കേസ് കൊടുക്കുന്നതും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ആ ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ പിന്നെയും അവന്റെ മരണത്തിന് ശേഷം അവനെ കളിയാക്കിക്കൊണ്ട് പൂപ്പി ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള കാർട്ടൂൺ പോലത്തെ ക്യാരക്ടറിനെ സോഷ്യൽ മീഡിയ മൊത്തം പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ എം ഷാജിർ ഖാൻ. ഒരു സ്കൂൾ വിദ്യാർത്ഥി ആത്മഹത്യയിലേക്ക് തള്ളി വരുന്ന അല്ലെങ്കിൽ അതിലെ നിർബന്ധിക്കുന്ന ഭീകരമായ സംഭവങ്ങൾ അവിടെ അരങ്ങേറിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കിടയിൽ മാനസികാരോഗ്യം നഷ്ടപ്പെടുന്നു, പാരസ്പര്യം നഷ്ടപ്പെടുന്നു, സോഫ്റ്റ് ഫീലിംഗ്സ് ഇല്ലാതാകുന്നു. കാരണം വിദ്യാഭ്യാസ നയത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, സാമൂഹിക സാഹചര്യങ്ങൾ, സാംസ്കാരികമായ തകർച്ച, ഇതെല്ലാം കൂടി ഇതിന്റെ ആകെത്തുകയിലാണല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനോഭാവത്തിലും അവരുടെ സ്വഭാവത്തിലും സംസ്കാരത്തിലും പ്രവർത്തനങ്ങളിലൊക്കെ വ്യത്യാസം വരുന്നു. അപ്പൊ അത് ചെറിയ കുട്ടികളെയും ബാധിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞിന്റെ ആത്മഹത്യയിലേക്ക് വഴിതെളിച്ച സംഭവങ്ങൾ. അവിടെ ഭീകരമായ റാഗിംഗ് ഉണ്ടായിട്ടുണ്ട്. റാഗിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നടന്നിരിക്കുന്നത്. വെറും ഒരു പണ്ടുകാലത്തെ റാഗിംഗ് എന്ന് പറയുന്ന ആ സ്വഭാവത്തിൽ പോലുമല്ല, അതിനകത്തും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഉണ്ട്. പക്ഷെ ഇതിപ്പോ വളരെ വലിയ ഒരു ക്രിമിനൽ സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ അരങ്ങേറിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും ആ സ്ഥാപനവും ആദ്യം പഠിച്ച സ്കൂളിലുണ്ടായ സംഭവം രണ്ടാമത് മറ്റൊരു സ്കൂളിലേക്ക് വരുന്നു. അവിടെയും ഈ കുട്ടിയോട് കാണിച്ച അനീതി അത് ആ സ്ഥാപനത്തിനും തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുണ്ട്. അവരത് യഥാസമയം മനസ്സിലാക്കാനോ ഉചിതമായ നടപടികൾ എടുക്കുവാനോ സ്കൂളിന്റെ മാനേജ്മെന്റിന് കഴിയാതെ പോയി. അവിടെ അധ്യാപകരുണ്ട്, സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രതിനിധികളുണ്ട്. അപ്പൊ അവർക്ക് എന്തുകൊണ്ട് അത് അറിയാതെ പോയി എന്നുള്ളത് തീർച്ചയായിട്ടും അവര് ഉത്തരം പറയേണ്ട ഒരു വിഷയമാണ്. സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അനാസ്ഥ അത് കുറ്റകരമായ ഒരു അനാസ്ഥ തന്നെയാണ്. പല സംഭവങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ആ വിദ്യാർത്ഥി തന്നെ ഒറ്റയ്ക്കിരുത്തി പരീക്ഷ നടത്തുക ചെയ്ത സംഭവം വരെ ഉണ്ടായിട്ടുണ്ടെന്നാണല്ലോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു ചെറിയ കുഞ്ഞിനെ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടത് ക്ലോസറ്റിൽ കൊണ്ടുപോയി കുഞ്ഞിന്റെ മുഖം അമർത്തിപ്പിടിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷെ അത്തരം കൊടും ക്രൂരതകൾ അരങ്ങേറിയിട്ടുണ്ട് എങ്കിൽ ആ ചെയ്ത വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഏത് രൂപത്തിലുള്ള സഹപാഠികളാണ് അത് ചെയ്തത്? അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും സ്കൂളുകളിലെ പരിസരങ്ങളിലെയും സാമൂഹിക അന്തരീക്ഷത്തിലും ഒക്കെ മാറ്റം വരണം എന്നാണ് കാണിക്കുന്നത്. ഇതൊരു സാമൂഹികവും സാംസ്കാരികവുമായ പ്രശ്നമായിട്ട് കാണണം. ഏതെങ്കിലും രണ്ട് കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം എന്നതിനേക്കാളുപരി ആ ഒരു സാഹചര്യമാണല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്നതും അതിന്റെ ഇരകളാക്കി മാറ്റപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട്
ഒരു സമഗ്രമായ അഴിച്ചുപണി നമ്മുടെ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക അന്തരീക്ഷത്തിൽ വേണം എന്നാണ് സമീപകാലത്തെ സംഭവങ്ങൾ. ഈ സംഭവം മാത്രമല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ അടുത്ത കാലത്തായി മദ്യവും മയക്കുമരുന്നും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ഒരു തുടർച്ച എന്നോണം സംഭവിക്കുന്ന ഇത്തരം വൈശാരികമായ കൃത്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. എന്തിനുമേതിനും കൂട്ടത്തല്ല് നടത്താനും കേട്ടാലറയ്ക്കുന്ന പദപ്രയോഗങ്ങൾ നടത്താനും മടിയില്ലാത്ത തരത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ മാറിക്കഴിഞ്ഞു എന്നതാണ് ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ഈ കാലത്തിന് എന്തോ കുഴപ്പമുണ്ടായി എന്ന രീതിയിലുള്ള സൂചനകൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. എല്ലാ കാലത്തും മനുഷ്യനിൽ തിന്മ ആധിപത്യം നേടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ കുട്ടികളുടെ അടിപിടി, അക്രമവാസന, വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇതെല്ലാം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് മാറിയ ഒരു ലോകക്രമം വന്നിട്ടുണ്ട്. സാങ്കേതിക വിദ്യയുടെയൊക്കെ പിൻബലത്തിൽ ആ ആഗോളക്രമത്തിൽ മനുഷ്യന് മൂല്യങ്ങളെക്കുറിച്ചുള്ള ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് കുട്ടികളെയും ബാധിക്കുന്നുണ്ട്. അവർക്കൊരു ആത്മീയ ചിന്തയില്ല. മാനവികമായ മൂല്യങ്ങളെക്കുറിച്ചോ മനുഷ്യ സ്നേഹത്തെക്കുറിച്ചോ സാഹോദര്യത്തെക്കുറിച്ചോ ഒന്നും അവർക്ക് ഒരു ധാരണയുമില്ല. അവരെ അങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഏറ്റവും മിതമായ പ്രകോപനം ഉണ്ടാകുമ്പോൾ പോലും അത് തല്ലിൽ കലാശിക്കുന്നൊരവസ്ഥ. തല്ലുമാല എന്ന പേരൊരു സിനിമ തന്നെ ഉണ്ടായിട്ടുണ്ട്. കൂട്ടത്തല്ലാണ്. എന്തിനു വേണ്ടി തല്ലുന്നു, എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അറിയില്ല. അതുപോലെ കേട്ടാൽ അറയ്ക്കുന്ന നികൃഷ്ടമായ പെരുമാറ്റമാണ് ആ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ കുട്ടികളിൽ നിന്ന് ഉണ്ടായത്. അത് തടയുന്നതിന് അവിടെ അധ്യാപകരുണ്ടായിരുന്നില്ലേ? അത് രക്ഷകർത്താക്കളില്ലേ? അവിടെ ആരും ഇല്ലാത്തൊരവസ്ഥയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. വലിയ തോതിൽ ഫീസ് വാങ്ങിച്ച് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്നൊക്കെയുള്ള പേരിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾ ഇത്തരത്തിലുള്ള അധമമായ, ഹീനമായ, മ്ലേച്ഛമായ പ്രവൃത്തികൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് നടക്കുമ്പോൾ അത് അറിയാതെ പോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല. വളരെയേറെ സ്വാധീനമുള്ളവരുടെ മക്കൾ തന്നെയാണ് പഠിക്കുന്നത്, സമ്പന്നരുടെ. അവരുടെ സ്വാധീന ശക്തിയും സമ്പത്തും ഉപയോഗിച്ച് തങ്ങളുടെ മക്കളെ തെറ്റ് ചെയ്ത് കൊടും ക്രിമിനലായി വളരാൻ സാധ്യതയുള്ള ആ കുട്ടികളെ സംരക്ഷിക്കുകയാണ്. ഇതെല്ലാവർക്കും ഒരു പാഠമാകണം. ഇങ്ങനെയൊന്നും അല്ല കുട്ടികളെ വളർത്തേണ്ടത്, കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, കുട്ടികളിൽ മൂല്യബോധം ഉണ്ടാക്കേണ്ടത്, വിദ്യാലയങ്ങളിൽ അച്ചടക്കം പാലിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ വിലയിരുത്തലിന് കാരണമാകണമെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ സംഭവത്തിൽ നിയമത്തിന്റെ കർശനമായ ഇടപെടൽ ഉണ്ടാകണം. സാമൂഹിക നിരീക്ഷകൻ NM പിയേഴ്സന്റെ പ്രതികരണം. കേരളത്തെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് എറണാകുളത്തെ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന CBSE സ്കൂളിൽ നടന്ന സംഭവം. തന്റെ സഹപാഠികൾ തന്നെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും അപഹാസ്യപ്പെടുത്തുകയും ചെയ്തതുകൊണ്ട് മനം തൊന്ന് ഏതാണ്ട് 14 വയസ്സ് പ്രായമുള്ളതായിട്ടുള്ള മെഹിർ മുഹമ്മദ് എന്ന് പറയുന്ന വിദ്യാർത്ഥി അവർ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ മുകളിലുള്ള നിലയിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. വല്ലാത്ത തരത്തിൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണത്. കാരണം സ്കൂളുകളിൽ എന്താണ് സംഭവിക്കുന്നത്? കുട്ടികൾ എന്തിനാണ് സ്കൂളിൽ പഠിക്കാൻ പോകുന്നത്? അവർ റാങ്ക് വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ സ്കൂളിലേക്ക് പോകുന്നത്. സ്കൂളുകളുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം സോഷ്യലൈസേഷൻ ആണ്, സാമൂഹ്യവൽക്കരണം. നമ്മൾ കുട്ടികളെ അംഗൻവാടികളിൽ കൊണ്ടാക്കുമ്പോൾ അവിടെ നിന്ന് അവർ പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരായി പുറത്തിറങ്ങും എന്ന് കരുതിയാലല്ലോ അവരെ അംഗൻവാടികളിലേക്ക് കൊണ്ടാക്കും. വീട്ടിലൊറ്റക്ക് വളരുന്ന കുട്ടി ഒരു കൂട്ടായ്മയുടെ ജീവിതത്തിലേക്ക് കടക്കുന്ന ആദ്യപടിയാണ് ഈ അംഗൻവാടി അല്ലെങ്കിൽ നമ്മളെ പ്രീ സ്കൂളുകൾ എന്നൊക്കെ പറയുന്ന സാധനം. അപ്പൊ ആ സ്കൂളുകളിൽ വെച്ച് മുതൽ തന്നെ കുട്ടികൾക്ക് സാമൂഹ്യവൽക്കരണ പ്രക്രിയ നടക്കുകയും പരസ്പരം അടുത്തിടപഴകി മനുഷ്യരെന്ന നിലയ്ക്ക് വളരാനായിട്ട് പ്രാപ്തി ലഭിക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതുവരെയായിട്ടും അത് സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല. സാക്ഷര കേരളമാണിത്. ഇവിടുത്തെ സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നതായിട്ടുള്ള കുട്ടികൾ ഇപ്പോഴും പരസ്പരം ബഹുമാനിക്കാനും സ്നേഹിക്കാനും അതേപോലെ തന്നെ പാരസ്പര്യത്തിന്റെ പ്രതീകങ്ങളായി മാറാനും കഴിവുള്ളവരായിത്തീരുന്നില്ല എന്നുള്ളതാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം. നമ്മുടെ പല കുട്ടികളും ചിലപ്പോൾ പ്രഗത്ഭരായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ട്, റാങ്ക് മേടിച്ച കുട്ടികളായിട്ട് അല്ലെങ്കിൽ പ്രതിഭാശാലികളായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ട് വാഴ്ത്തപ്പെടുന്നില്ല. പക്ഷെ അങ്ങനെ വാഴ്ത്തപ്പെടുന്ന ആ സംഭവങ്ങളുടെ പിന്നിൽ അവർ മനുഷ്യരാക്കി സമൂഹം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ എത്രമാത്രം പരാജയപ്പെടുന്നു എന്ന് പറയുന്നതിന് അന്വേഷണമില്ല. സർക്കാർ സ്കൂളുകൾക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന നന്മ പോലും ഇന്നത്തെ ഈ CBSE സ്കൂളുകൾക്ക് നൽകാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അപകട സൂചനയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർക്കാർ സ്കൂളായാലും CBSE സ്കൂളായാലും അവിടെ അവർക്ക് ഒരു വശം എന്ന് പറയുന്നത് മനുഷ്യനായി വളരാനായിട്ടുള്ള പാഠം കൊടുക്കുക എന്നുള്ളതാണ്. കുറച്ച് ആളുകൾക്ക് മുമ്പാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകത്തെ കുറിച്ച് വലിയ രീതിയിൽ നമ്മുടെ സമൂഹം ചർച്ച ചെയ്തതാണ്. അതും ആത്മഹത്യയായി. ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ സഹപാഠികൾ അദ്ദേഹത്തെ ഭീകരമായിട്ടുള്ള രീതിയിൽ റാഗ് ചെയ്തതായി. അതിൽ നിന്ന് നമ്മളൊന്നും പഠിക്കുന്നില്ല എന്നാണ്. ഇത് മാറണം, മാറിയേ പറ്റൂ. ക്യാമ്പസുകളിലെ ഭീകരമായ റാഗിങ്ങും അതേ തുടർന്നുള്ള ദാരുണ സംഭവങ്ങളുമൊക്കെ കേരള സമൂഹം പലപ്പോഴും കണ്ടതാണ്.
ഇന്ന് സ്കൂളിലെ ഗ്യാങ്ങുകളും അവർക്കിടയിലെ കൂട്ടത്തല്ലും പൊതുനിരത്തിൽ പോലും നാം കണ്ടിട്ടുണ്ട്. ഉയർന്ന ഗ്രേഡ് നേടുകയും വലിയ ശമ്പളം വാങ്ങുന്ന ജോലി കരസ്ഥമാക്കുകയും മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. തന്റെ സഹപാഠി തന്റെ സഹോദരനാണ് എന്ന വിശാലമായ ബോധ്യം കൂടിയാണ് നമ്മുടെ വിദ്യാർത്ഥികളിൽ ഉണ്ടാവേണ്ടത്. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.